ഹലോ ഹായ് നമസ്കാരം. എല്ലാവർക്കും താരൂസ് വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരുടെ ജീവിതത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാവും, അതുറപ്പാണ്. പലരുടെയും വിചാരം നമ്മുടെ ജീവിതത്തിൽ മാത്രമേ പ്രശ്നങ്ങളുള്ളൂ, അവരൊക്കെ എന്ത് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു എന്നൊക്കെ ചിന്തിക്കും. പക്ഷെ അല്ല, എല്ലാവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷേ ഇതിനകത്തെ വിജയം എന്താണെന്ന് വെച്ചാൽ അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തുക എന്നതാണ് ഇതിനകത്തെ വിജയം. നമ്മളുടെ എല്ലാം ഒരു പോരായ്മയാണ്. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ എപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് മാത്രമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരിക്കലും സൊല്യൂഷനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല. എപ്പോഴും നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത് ആ പ്രശ്നമാണ്. അത് തന്നെയാണ് സൊല്യൂഷൻ കിട്ടാനുള്ള ബുദ്ധിമുട്ടും. അനാവശ്യമായ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ അത് പ്രശ്നങ്ങളെ കൂടുതൽ വീണ്ടും ബുദ്ധിമുട്ടിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. എല്ലാവരും കണ്ട ഒരു പ്രശ്നമാണ് കഴിഞ്ഞ ദിവസം ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റ് ആത്മഹത്യ ചെയ്തത്. പ്രണയ നിരാശ മൂലം. അതായത് സ്ത്രീധനം ആ പയ്യൻ്റെ വീട്ടുകാർ ചോദിച്ച സ്ത്രീധനം കൊടുക്കാൻ പറ്റിയില്ല. അതിനെ തുടർന്ന് കുട്ടി ആത്മഹത്യ ചെയ്തു. പക്ഷെ ആ കുട്ടി ഒരിക്കലും കുട്ടിയുടെ ആ ഒരു പ്രശ്നം മാത്രം, കുട്ടിയുടെ പ്രണയം മാത്രമാണ് ചിന്തിച്ചത്. പക്ഷേ ഒന്ന് മാറ്റി ചിന്തിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ആ കുട്ടി ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണ്. ഒരുപാട് സാധ്യതകൾ ഫ്രണ്ടിലുണ്ട്. അതൊന്നും ചിന്തിക്കാതെ അച്ഛനെയും അമ്മയും ഇത്രയും വളർത്തി വലുതാക്കിയ അച്ഛനെയമ്മയെ കുറിച്ചും സഹോദരങ്ങളെക്കുറിച്ചും ഈ സമൂഹത്തെക്കുറിച്ചും ഒന്നും ചിന്തിക്കാതെ ആ പ്രണയം എന്ന ആ ഒരു അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് കുട്ടി ആത്മഹത്യയിലേക്ക് പോവുകയാണ്. അപ്പം നമ്മൾ ചോദിക്കാം, വിദ്യാഭ്യാസം ഇല്ലാത്തതിൻ്റെ കുറവാണെന്ന്. ചില കുട്ടികളിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. എൻ്റെ മനസ്സിൽ ഒരുപക്ഷെ ഓടിയെത്തിയത് എന്താണെന്ന് വെച്ചാൽ അവർ 1-2 വർഷം ലിവിങ് ടുഗദർ പോലെ ഒരു ബന്ധമായിരുന്നു. അവരുടെ കോളേജിൽ പിന്നെ ഹോസ്പിറ്റലിലാണെങ്കിലും എല്ലാവർക്കും അറിയാമായിരുന്നു ഈ ബന്ധം. അപ്പം ഇങ്ങനൊരു സ്ത്രീധനത്തിൻ്റെ ഇഷ്യൂവിൽ ഇങ്ങനൊരു ബന്ധം പിരിഞ്ഞു എന്ന് അറിയുമ്പോൾ എല്ലാവരെയും ഫേസ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട്. ചില മനുഷ്യർക്ക് എന്തെങ്കിലും ഒരു ഇതേപോലെ ഇഷ്യൂസ് ഉണ്ടായാൽ ആളുകളെ എങ്ങനെ ഫേസ് ചെയ്യും, അവരെന്ത് ചോദിക്കും, അവർ ചോദിച്ചാൽ എന്ത് മറുപടി കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ ആ ഹോസ്പിറ്റലിൽ തന്നെയാണല്ലോ ഈ പയ്യനുള്ളത്. ഈ പയ്യനെ വീണ്ടും ഫേസ് ചെയ്യണമല്ലോ. ഇതെല്ലാം ഓർത്തിട്ടായിരിക്കും ഒരു പക്ഷെ ഇങ്ങനൊരു കടുങ്കൈ ചെയ്ത്. ഇതിനൊരു സൊല്യൂഷൻ ഇല്ലേ? ഇതിനൊട്ടും അവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ട്രാൻസ്ഫർ വാങ്ങിച്ച് വേറെ സ്ഥലത്തേക്ക് പോകാമല്ലോ. കുറച്ച് നാൾ ഇവിടുന്ന് മാറി നിൽക്കുമ്പോൾ എല്ലാവരും മറക്കും. ഈ കുട്ടിയുടെ മനസ്സും ചേഞ്ച് ആവും. ഒരുപാട് സൊല്യൂഷൻ ഉണ്ടായിരുന്നു ചിന്തിച്ച്. ഈ കുട്ടി ഒന്നും ചിന്തിക്കാതെ വെറും ഒരു പ്രണയം, ഏതെങ്കിലും ഒരു ആളിന് വേണ്ടിയിട്ട്, നമ്മളെ വേണ്ടാത്ത ഒരാളിന് വേണ്ടിയിട്ട് നമ്മുടെ ഇത്രയും വില പിടിച്ച നമ്മുടെ ജീവിതം അത്രയും വില പിടിച്ച് നമുക്കിനി ഇതേപോലൊരു ലൈഫ് കിട്ടത്തില്ല. ഇവിടെ ഓരോ നിമിഷവും എൻജോയ് ചെയ്ത് ജീവിക്കുക, സന്തോഷമായിട്ട് ജീവിക്കുക, അതാണ് ചിന്തിക്കേണ്ടത്. ഓരോ ദിവസവും മുന്നോട്ട് ജീവിക്കുക എന്നതാണ് ടാസ്ക്. അതിനകത്ത് തോറ്റു പോകാൻ പാടില്ല. പ്രത്യേകിച്ച് ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റിൽ നിന്ന് ഇങ്ങനെ വന്നത് ഭയങ്കര കഷ്ടമാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് പോകുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ പരാജയപ്പെട്ടത്? ആ പരാജയപ്പെട്ട കാരണം മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ അടുത്ത ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും പരാജയപ്പെടും. നമുക്ക് എന്ത് ഡിഫക്റ്റാണുള്ളത്, നമ്മളിൽ എന്ത് പോരായ്മയാണുള്ളത്, അത് മനസ്സിലാക്കി അതിനെ ഫുൾഫിൽ ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നമ്മുടെ ഒപ്പം വിജയം ഉണ്ടാവുകയുള്ളൂ. എങ്കിൽ നമ്മളുടെ ലാംഗ്വേജിൻ്റെ പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാത്തത് കൊണ്ടായിരിക്കും. ഇതിനകത്തുള്ള എന്ത് കാര്യമാണെന്ന് കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് അടുത്ത ഇൻ്റർവ്യൂവിൽ സക്സസ് ആവാൻ പറ്റുള്ളൂ. അപ്പം നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തുക എന്നത് തന്നെയാണ്. അതുപോലെ തന്നെ സാഹചര്യത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കണം. നമ്മുടെ അവസ്ഥ, നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ പോരായ്മ, ഇതിനെക്കുറിച്ചെല്ലാം നമുക്കൊരു ബോധം ഉണ്ടായിരിക്കണം. ഞാൻ എന്തുകൊണ്ടാണ് സാഹചര്യങ്ങൾ അനുസരിച്ചാണ് പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞത്. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. മഴയെ നമുക്കെടുക്കാം. അപ്പം മഴ പെയ്യുകയാണ്. അപ്പം നമ്മൾ ഒരു ബസ്സിൽ വന്നിറങ്ങുകയാണ്. അപ്പം ബസ്സിൽ വന്നിറങ്ങുമ്പോൾ നമ്മൾ ഈ മഴയെ പ്രതിരോധിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കുട ഉപയോഗിച്ചിട്ട് വീട്ടിലേക്ക് പോകാൻ ശ്രമിക്കും. അതുമല്ലെങ്കിൽ നമ്മളിപ്പോൾ 2 വീലറിൽ പോവുകയാണ്. അപ്പം നമ്മൾ മഴയെ പ്രതിരോധം ചെയ്യാൻ വേണ്ടിയിട്ട് റെയിൻകോട്ട് ഉപയോഗിക്കും. ഇനി ഒരു പക്ഷേ നമ്മൾ ബസ്സിൽ വന്നിറങ്ങുമ്പോൾ നമ്മുടെ കയ്യിൽ കുടയില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഒന്നിലൊരു ഷോപ്പിൽ കയറി നമ്മൾ നിൽക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ഫോൺ വിളിച്ച് ആരെങ്കിലും, വീട്ടിൽ തൊട്ടടുത്താണെങ്കിൽ അവർ കുടയായിട്ട് വന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. അതും അല്ലെങ്കിൽ നമ്മളൊരു ഓട്ടോ പിടിച്ചു പോകും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. സാഹചര്യം ഒന്ന് നമ്മുടെ പ്രശ്നം വരുമ്പോൾ ആ സാഹചര്യം അനുസരിച്ച് ഓരോ രീതിയിലും നമ്മളതിനെ ആ പ്രശ്നത്തിനെ സോൾവ് ചെയ്യാൻ ശ്രമിക്കും. വ്യക്തികൾക്കും
ഓരോരുത്തരുടെ സാഹചര്യം പല രീതിയിലായിരിക്കും. ഇപ്പോൾ ഒരു ബാങ്ക് ലോൺ തന്നെ, ബാങ്ക് ലോൺ നമ്മൾ എടുക്കുന്നു, അത് അടച്ചു തീർക്കാൻ ഓരോരുത്തർക്കും പല പല സാഹചര്യത്തിലായിരിക്കും പൈസകൾ കിട്ടുന്നത്. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിന് താൽക്കാലികമായ സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തും, പിന്നീട് സ്ഥിരമായ സൊല്യൂഷൻ കണ്ടെത്തും. അനാവശ്യമായ ചിന്തകൾ കൊണ്ടുവന്ന് നമ്മുടെ പ്രശ്നങ്ങളെ കൂടുതൽ സങ്കീർണമാക്കാൻ നമ്മൾ ശ്രമിക്കരുത്. താൽക്കാലിക സൊല്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് ദിവസം കൊണ്ട് നമ്മൾ എടുക്കുന്നത്, പക്ഷേ ശാശ്വതമായ ഒരു പരിഹാരമാകുമ്പോൾ നമുക്കതിന് കുറച്ച് കാലയളവ് ആവശ്യമാണ്. നമ്മുടെ ചുറ്റുപാടുകളെക്കുറിച്ച്, നമ്മുടെ പോരായ്മകളെക്കുറിച്ച്, നമ്മുടെ സാഹചര്യത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായി ബോധമുണ്ടെങ്കിൽ ആ പ്രശ്നത്തിൻ്റെ കൃത്യമായ കാരണം കണ്ടുപിടിച്ചാൽ അതിനൊരു സൊല്യൂഷൻ നമുക്ക് ഉറപ്പായിട്ടും കിട്ടും. വീണ്ടും എടുത്തു പറയുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഓരോരുത്തരുടെ ജീവിത സാഹചര്യങ്ങൾ ഓരോ രീതിയിലായിരിക്കും. പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ ഞാൻ എടുത്തു പറയുന്നില്ല. അവരവരുടെ പരിമിതികളിൽ നിന്നുകൊണ്ടായിരിക്കും പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നത്. അവരുടെ ലിമിറ്റേഷൻസ് അനുസരിച്ച് ചിലപ്പോൾ കുറച്ചുകൂടെ കാലതാമസം എടുത്തേക്കാം. അത് ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ചാണ്. അപ്പം ഞാൻ പറയുന്നത്, ലൈഫിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നത്, ഒന്നാമത് വിവാഹം വരുമ്പോൾ നമ്മൾ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കിട്ടാവുന്ന രീതിയിലൊക്കെ കടങ്ങൾ മേടിച്ച് അടിപൊളിയായിട്ട് വിവാഹം നടത്തി കഴിഞ്ഞിട്ട് പിന്നീട് അടിപൊളിയായിട്ട് ജീവിക്കുക എന്നല്ല നോക്കുന്നത്, ഈ കടങ്ങൾ എങ്ങനെ വീടും എന്നുള്ള ഒരു ടെൻഷൻസ് ആയിരിക്കും. അപ്പോഴും നമ്മുടെ കുടുംബജീവിതത്തെയും അത് ബാധിക്കും. അതുപോലെ തന്നെ ഞാൻ പറയുകയാണ്, ഇന്നത്തെ സാഹചര്യത്തിൽ പലരും പറയും നമ്മൾ കഴിഞ്ഞു പോയതിനെ കുറിച്ച് ചിന്തിക്കേണ്ടെന്ന് പറയും. സത്യമാണ്, അതൊന്നും ഓർത്ത് വിഷമിക്കുക ഒന്നും വേണ്ട, കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട. പക്ഷെ പ്രസന്റ്ലി ഇപ്പോഴത്തെ ഒരു ലൈഫിലാണ് ജീവിക്കേണ്ടത്. അത് സത്യമാണ്, അത് ഓരോ നിമിഷവും അടിപൊളിയായിട്ട് ജീവിക്കുക എന്നാണ്. പക്ഷെ ചിലർ പറയുന്നുണ്ട് ഭാവിയെക്കുറിച്ച് ചിന്തിക്കാൻ പാടില്ല, ഈ ഒരു ലൈഫിൽ തന്നെ ജീവിക്കുക എന്ന്. പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യം വെച്ച് നമ്മൾക്ക് ഭാവിയെക്കുറിച്ചൊരു കരുതൽ ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ കൂടുതൽ പ്രശ്നത്തിലേക്ക് പോയി വീഴും. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ലൈഫിൽ കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ വീട് വെക്കുക, വണ്ടി വാങ്ങിക്കുക, കുട്ടികളുടെ വിദ്യാഭ്യാസം, കുട്ടികളുടെ വിവാഹം, ഇതിനെല്ലാം പൈസ ഇതിനൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കടം എന്ന ഒരു ഇതിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണം, നേരത്തെ കൂട്ടി, ഭാവിയെ കരുതി നേരത്തെ കൂട്ടി നമ്മൾ സമ്പാദിച്ച് തുടങ്ങുകയാണെങ്കിൽ, കുട്ടിക്ക് 1 വയസ്സുള്ളപ്പോഴേ സമ്പാദിച്ച് തുടങ്ങുകയാണെങ്കിൽ, കുട്ടിക്ക് ഒരു 26 വയസ്സാകുമ്പോഴത്തേക്ക് ഏകദേശം നമ്മുടെ കയ്യിൽ ആ ഒരു പൈസ ഉണ്ടായിരിക്കും. പിന്നെ ആ ഒരു കല്യാണം എന്നൊരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് നമ്മൾ ഓടി നടന്ന് ഇങ്ങനെ കടം മേടിക്കേണ്ട ആവശ്യമില്ല. അപ്പം അതിൻ്റെ ഒരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ, ഭാവിയെക്കുറിച്ച് കരുതലില്ലാതെ നമ്മൾ ജീവിച്ചു പോവുകയാണെങ്കിൽ, അപ്പം കിട്ടുന്ന പൈസ അപ്പം തന്നെ അടിച്ചു പൊളിച്ച് ജീവിച്ചു പോവുകയാണെങ്കിൽ നമ്മൾ നാളെ ദുഃഖിക്കേണ്ടി വരും. നമ്മളില്ലാത്ത കടങ്ങൾ തലയിൽ വലിച്ചുവാരി വെക്കണം. അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, ഒരുപാട് പ്രോബ്ലംസ് ജീവിതത്തിലുണ്ടാക്കും, കുടുംബജീവിതത്തിലുണ്ടാക്കും. അതൊക്കെ നോക്കിയും കണ്ടും പോയാൽ എല്ലാവർക്കും കൊള്ളാം.